ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി നൽകുന്ന കേസിൽ സംസ്ഥാനത്തെ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. പെഹൽഗാം ഭീകരാക്രമണത്തിൽ സംഭവിച്ചത് അവഗണിക്കാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ജമ്മുകശ്മീരിൽ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചത്. ഹർജികൾ 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൂടുതൽ വിവരങ്ങൾ. അതേപോലെ തന്നെ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. 2 സ്വകാര്യ വ്യക്തികളാണ് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ച് 21 മാസം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ഇതുവരെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഹർജിക്കാർ പ്രധാനമായും ആരോപിച്ചത്. ഇത് ഈ ഭരണഘടനയുടെ കൃത്യമായ ലംഘനമാണ് എന്നുള്ളതാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം കേസ് പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള BR ഗവായ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിക്കാതെ പോകരുത് എന്നുള്ളത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പെഹൽഗാം അടക്കമുള്ള സംഭവങ്ങൾ, പെഹൽഗാം ഭീകരാക്രമണം അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതുകൂടി പരിഗണിച്ച് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കാൻ കഴിയൂ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേസ് അടുത്ത 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ വേണ്ടി മാറ്റി. അപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ 8 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുവാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഹിണി. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.